മ്യൂസിക് ലവേഴ്സ് പാനൂർ മഹോത്സവത്തിൽ പാനൂർ മേഖലയിലെ കലാ, സാഹിത്യ, കായിക, ജീവകാരുണ്യ രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ രാജു കാട്ടുപുനം ഉദ്ഘാടനം ചെയ്തു. എന്താണ് മനുഷ്യൻ നിർഭയനും സ്വതന്ത്രനുമാണോ? ആഹ്ലാദം എന്ന് പറയുന്നത് എന്താണ്? കുറെ പണമുണ്ടാക്കുകയാണോ? വലിയ മണിമന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? ബാങ്ക് ബാലൻസുകൾ ഉയർത്തുകയാണോ? അല്ല, നമ്മുടെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ ആഹ്ലാദങ്ങൾ എന്ന് പറയുന്നത് നൂലിടയിൽ, സ്വർണ്ണ നൂലിടയിൽ കോർത്ത വലിയ വസ്ത്രം ധരിക്കുകയാണോ? ഒന്നുമല്ല. നമ്മുടെ ആത്മൈക്യമാണത്. നമ്മുടെ ആത്മബോധത്തെ ഉണർത്തുകയാണത്. അത് ധാർമ്മികതയുടേതാകണം, അത് സ്നേഹത്തിൻ്റെതാകണം, അപരസ്നേഹത്തിൻ്റെതാകണം, വിദ്വേഷത്തിൻ്റെതാകരുത്. എല്ലാ മനുഷ്യരിലുമുള്ള കഴിവുകളെ ആദരിക്കാനും അംഗീകരിക്കാനും നിർഭയമായി അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുമുള്ള അവസരം നൽകപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിൻ്റെ, സ്വാസ്ഥ്യത്തിൻ്റെ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് പ്രതിഭകൾ പാനൂരിന്ന് തലയുയർത്തി നിൽക്കാനുണ്ട്. ഷാജിമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനായ പി സുലൈമാൻ ഹാജി, ബേങ്കിൽ ഹനീഫ, സാഹിത്യകാരന്മാരായ ഡോക്ടർ ടി.കെ. അനിൽകുമാർ, ജയപ്രകാശ് പാനൂർ, ചുമർ ചിത്രകാരി ബീന ഭാസ്കർ, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ചിത്രകാരൻ കെ. അരുൺ, കായിക പ്രതിഭകളായ വി.കെ. സുധി, ജി. രവീന്ദ്രൻ, ഗായികമാരായ ശിവാനി വി. സഞ്ജീവ്, ദേവാഞ്ജന മഹിജൻ, നാടക കലാകാരി എം.കെ. കൃഷ്ണേന്ദു എന്നിവരെ ആദരിച്ചു. ജയപ്രകാശ് പാനൂരിന്റെ പാണ്ഡോറ അജ്ഞാതരുടെ പേടകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തു. ചടങ്ങിന് കെ. സജിത്ത് സ്വാഗതവും വി.എൻ. രൂപേഷ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.